വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. ഓർമ്മിക്കുക, എളിമയുള്ള ജീവിതത്തിലെ തെളിമയുണ്ടാകും. ജീവിതം തെളിമയുള്ളതാകാൻ സ്വയം നൽകുവാൻ സാധിക്കണം. സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് മഹാനായി തീർന്ന വ്യക്തിയാണ് സൂഫി യാദിയതി. ഒരിക്കൽ അദ്ദേഹത്തെ കേൾക്കുവാൻ അക്ബർ ചക്രവർത്തി എത്തി. ചക്രവർത്തി സമ്മാനമായി അദ്ദേഹത്തിന് ഒരു വജ്രം പതിച്ച സ്വർണ കത്രിക നൽകി. കത്രിക കയ്യിലെടുത്തു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ കത്രിക വേണ്ട, പകരം ഒരു സൂചി മതി. അത് കേട്ട് ചക്രവർത്തി ചോദിച്ചു, എന്തുകൊണ്ടാണ് മനോഹരമായ ഈ കത്രിക വേണ്ട എന്ന് പറഞ്ഞത്? അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഈ കത്രിക ഉപയോഗിച്ച് എന്തും മുറിച്ചു മാറ്റുവാനേ കഴിയൂ. മറിച്ച് സൂചിക്കാണെങ്കിൽ പലതും തുന്നിച്ചേർക്കുവാനും ബന്ധങ്ങൾ സുദൃഢമാക്കുവാനും കഴിയും. യേശു ലോകത്തിലേക്ക് വന്നത് നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടും തുന്നിച്ചേർക്കുവാനാണ്. അതിനുവേണ്ടി സ്വന്തം ശരീരവും രക്തവും മുറിച്ചു നൽകി. വീണ്ടും ഒരു മുറിച്ചു നൽകലിന്റെ ആവശ്യമില്ല, തുന്നിച്ചേർക്കൽ മാത്രം മതി. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും വഴിതെറ്റിയവയെ നേർവഴിയിലാക്കുവാനും വിശുദ്ധി നഷ്ടമായിടത്ത് നവജീവൻ നൽകുവാനുമായി യേശു ലോകത്തിന് പുത്തൻ പ്രകാശമായി തീർന്നു. ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രകാശം ഉദിച്ചവന് ഹൃദയത്തിൽ ദൈവശബ്ദം ശ്രവിക്കുവാൻ സാധിക്കും. സമൂഹം അവഗണിക്കുമെന്നും പരിത്യജിക്കുമെന്നും അറിയാമായിരുന്നിട്ടും ദൈവിക പ്രഭ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. സ്നേഹത്തിന്റെ തിരി മറ്റുള്ളവർക്കായി തെളിയിക്കുവാൻ തയ്യാറായി എന്നതാണ് ആ ജീവിതത്തിന്റെ വിശുദ്ധി. ഏവരെയും പ്രകാശത്തിന്റെ വഴിയിലൂടെ നടക്കുവാൻ സഹായിക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവിക പ്രഭ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ട് വിശുദ്ധിയിലൂടെ ജീവിക്കുവാനും തന്നിലെ വിശുദ്ധി മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനും വേണ്ടി എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തേടുന്നു
ചിത്തം നിൻഗേഹം തേടുന്നു ഞാനെൻ ദൈവമേ. നിൻഗേഹം തേടുന്നു ഞാനെൻ ദൈവമേ.